എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. ഞാൻ പറയണ കാര്യം കറക്റ്റായിട്ട് കേൾക്കണേ ഗൈസ്. വെറുതെ കള്ളൊന്നും പറയരുത്. കള്ളത്തരമല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയുവാണ്. ഇന്നലെ ദീപാവലി സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് രാത്രിയായപ്പം അമ്പത്തൂരിൻ്റെ കോള്. അമ്പത്തൂരും ഗൈസ് ഞാൻ പറയണ കേക്ക്, വണ്ടി പണിയുന്ന ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് ഇത് ഹെയ്റ്റ് ആവും, മനസ്സിലായോ? ഇപ്പം എല്ലാം നമ്മൾ പറഞ്ഞ് ഒതുക്കി വെച്ചിരിക്കുക. അപ്പം ഞാൻ ബാക്കി കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയണില്ല. അമ്പത്തൂരാണ് പുതിയ വണ്ടിയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. അപ്പം ലാസ്റ്റ് ചെയ്തു വന്നപ്പം ഇവർ രണ്ട് പഴയ വണ്ടി പണിത ആൾക്കാരും പുതിയ വണ്ടി ഏൽപ്പിച്ച ആൾക്കാരും തമ്മിൽ അടിയായി. അടിയെന്ന് പറഞ്ഞാൽ മുട്ട അടിയായി, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി, ചീത്തവിളിയായി. പിന്നെ ലാസ്റ്റ് എല്ലാവരും രാത്രി വന്ന് എല്ലാവരും സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ടി വിയിലുള്ള ഒരാൾക്കും പുതിയ ടി വിയിലുള്ളതെന്നല്ല, നമ്മുടെ വണ്ടി പുതിയ വണ്ടി കണ്ട ആർക്കും വണ്ടി ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഞാനിപ്പോൾ എക്സാമ്പിൾ പറയാം കേസ്. നമ്മളിപ്പം ഞാൻ ആരെയും കുറ്റം പറയത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പണിത ഇപ്പം എക്സാമ്പിൾ ഒരു പണി ചെയ്തു വെച്ചിരിക്കുക, അതിനകത്ത് വേറൊരുത്തം വന്ന് പണിയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരില്ലേ? അതാണ് അവരുടെ സൈഡിൽ നിന്ന് അവർക്കുണ്ടായിരുന്ന സാധനം. കാരണം ഈ ഒരാൾ പണിത് വെച്ച സാധനം വേറൊരാളെ കൊണ്ട് കൈ വെപ്പിക്കുന്നത് ഭയങ്കര ശോകമാണ്. അപ്പം അത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഹേർട്ടായി, മനസ്സിലായോ? ആ ഒരു സാധനം വന്നപ്പോഴത്തേക്കിന് അവർക്ക് ഞാൻ പറയണത് കേസ് ഇതാണ് ഏറ്റവും നല്ലത്. ഹൈന ഗാർനേജ് ഇവിടെ ഡ്രോപ്പ് ചെയ്യണം. പണിയിക്കുകയാണെങ്കിൽ പുതിയൊരു വണ്ടി പണിയിക്കുക, അതേ നടക്കുള്ളൂ. അല്ലാതെ അവർക്ക് ഇനി പഴയ വണ്ടി ചെയ്യാൻ അവർക്ക് ഇനിയുള്ള സമയമില്ല, അതുമില്ല. വേറെ ഒന്നും ചെയ്യാനില്ല കേസിനകത്ത് ഇനി. സത്യം പറഞ്ഞാൽ എന്താ ഓരോന്ന് സോൾവ് ചെയ്ത് മനസ്സമാധാനത്തിൽ ഒരു ലൈവ് ഇട്ട് വരാമെന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ ഈ ആർപിയുടെ സ്ഥാനത്തിൽ എന്ത് വന്നാലും ഇങ്ങനെ അഴിയും വഴക്കും ഇതും ആവുക. അതുകൊണ്ട് ഒന്നെങ്കിൽ ഇത് കൊണ്ടുവരും, പുതിയ വണ്ടി പണിയിക്കുക, ഇത് ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളൊരു സാധനം മാത്രമേ നമുക്ക് ഉള്ളൂ. ഗോഡ്സിലയുടെ ലിവറി എടുത്തിട്ട് പുതിയൊരു വണ്ടി ചെയ്യിപ്പിക്കുക. അമ്പത്തൂർ ഓൾറെഡി ഒരു 6x6 പണിതുകൊണ്ടിരിക്കുക, മനസ്സിലായി? അമ്പത്തൂർ ഓൾറെഡി അത് ഏകദേശം പണിത് കഴിയാറായി. എനിക്ക് അറിഞ്ഞുകൂടാ ഇതിൻ്റെ തീരുമാനം എങ്ങനെയാണെന്ന്. ഞാൻ നിങ്ങളായിട്ട് വട്ട് കളിപ്പിക്കണതല്ല. ഈ ഗ്യാങ് വണ്ടി കൊണ്ടുവരാന്നുള്ളത് ഞങ്ങളുടെയും കൂടി ആവശ്യമാണ്, മനസ്സിലായോ? സത്യം പറയാമല്ലോ, ഞങ്ങളുടെയും കൂടി ആവശ്യമാണ്. കാരണം സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് വണ്ടി ഇറക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇത് നിങ്ങളായിട്ട് വട്ട് കളിപ്പിക്കണതല്ല. ഞാനും ഇതിൻ്റെ പുറകെ ഓടി മടുത്ത് കഴിച്ചു. നേരത്തെ ആയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ രായനും അവരൊക്കെ ഉണ്ടായിരുന്നു. രായനൊക്കെ ആണെങ്കിൽ അത് അത്രയും ഉത്തരവാദിത്തത്തോടെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, മനസ്സിലായി? ഇപ്പം അങ്ങനെ ഇതിനെപ്പറ്റി അറിയത്തില്ല നമുക്ക്. മെയിനായിട്ട് ഇത് വണ്ടി പണിയുന്ന എന്താണ്, വണ്ടിയെ പറ്റിയും ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അതാണ് പ്രശ്നം. നമുക്കിത് ആൾക്കാരെ ഇപ്പം ഇത് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഓരോരുത്തരുടെ എന്താ ഇതിൽ ബിസിയാണ്, മനസ്സിലായ? അതാണ് പ്രശ്നം. എന്തായാലും നമുക്ക് എനിക്കൊരു 2-3 ദിവസം സമയം തരണം കേസ്. ഞാനിത് എൻ്റെ എന്നിട്ടൊരു ഫൈനൽ ഡിസിഷൻ പറയാം. ഇനി നിങ്ങളൊരു ഡേറ്റ് പറഞ്ഞിട്ട് പറ്റിക്കണ രീതിയിൽ ഇതാവത്തില്ല. എനിക്ക് 2 ദിവസത്തിനകത്ത് അമ്പത്തൂര് എന്തൊക്കെയോ സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഇതാക്കാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അത് അങ്ങനെ നിങ്ങളെ പറഞ്ഞിതാക്കിയതല്ല. അത് എൻ്റെ സൈഡിൽ നിന്നൊരു ഡിലേ വന്നതിൽ ഞാൻ സോറി ചോദിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലടാ, നമ്മുടെ വണ്ടിയല്ലേ. അപ്പോൾ ഇറക്കുമ്പോൾ നന്നായിട്ട് ഇറക്കണ്ടേടാ. നിങ്ങളുടെ എക്സ്പെക്ടേഷൻ കളയാനും പറ്റത്തില്ലല്ലോ. ഞങ്ങളൊരു അട്ടക്കൂറ സാധനം കൊണ്ടുവന്നിട്ട് എക്സ്പെക്ടേഷൻ കളയാനും പറ്റത്തില്ലല്ലോ. എന്തായാലും നമുക്ക് എന്തായാലും ഇത് നോക്കാം. പിന്നെ